അങ്ങനെ ഏകദേശം ഗൈസ് ഒരു 10 ദിവസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ദേണ്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. ഞാൻ എവിടെ പോയി, എന്താണ് ഇപ്പം വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ഗൈസ് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജസ് ഒക്കെ അയച്ചായിരുന്നു. അതുമാത്രമല്ല നമ്മുടെ യൂട്യൂബ് കമൻസിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് ഞാൻ കുറച്ചധികം ബിസി ആയിരുന്നു. നമ്മുടെ ഓണം പരിപാടി അങ്ങനെ കുറച്ച് കോർഡിനേഷനും അതും അങ്ങനെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ടൊക്കെയായിരുന്നു വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത്. എനിക്ക് വെറുതെ ഇരിക്കാൻ പോലും ഗൈസ് സമയമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ്ലി കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പം ഫുൾ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ അടിപൊളി വീഡിയോസ് നമ്മളങ്ങോട്ട് ചെയ്യാനായിട്ട് പോകുകയാണ്. ഇനിയും കുഴപ്പമില്ല ഗൈസ്, ഇനിയും അവധി കഴിഞ്ഞാണേലും നമ്മൾ അടിപൊളി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 10 ദിവസം ഗൈസ്, 10 ദിവസം കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ടായിരുന്നു വീഡിയോസ് ചെയ്യാഞ്ഞത്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു യൂട്യൂബ് നിർത്തിപ്പോയോ എന്നൊക്കെ. യൂട്യൂബ് ഒന്നും ഗൈസ് നമ്മൾ ഒരിക്കലും നിർത്തുന്നതല്ലായിരിക്കും. യൂട്യൂബ് എന്തായാലും ഞാനിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ യൂട്യൂബിന് എന്തെങ്കിലും പറ്റിയാലേ ഗൈസ് ഞാൻ യൂട്യൂബ് നിർത്തത്തുള്ളൂ. അല്ലാതെ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ഒരിക്കലും യൂട്യൂബ് നിർത്തത്തില്ല കേട്ടോ. അപ്പോൾ അതോർത്ത് നിങ്ങളെന്തായാലും പേടിക്കണ്ട. ഒരുപാട് വെറൈറ്റി ഐഡിയാസൊക്കെ ഗൈസ് എൻ്റെ അടുത്തുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മുടെ ക്രിസും ബിസി ആയിരുന്നു. ക്രിസിനും കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസിൻ്റെയും തിരക്ക് കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെയും തിരക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോസ് ചെയ്യാം. ഒരു അടിപൊളി ഒരു മീറ്റപ്പൊക്കെ വെച്ചിട്ട് ഗൈസ് ഒരുപാട് നാളായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ദേണ്ട ഒരു മീറ്റപ്പിന് പോകുകയാണ്. അപ്പോൾ ഇതാണെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള അങ്ങനത്തെ മീറ്റപ്പൊന്നും അല്ല. ഞാനിപ്പം അങ്ങ് പോകുന്നൊരു മീറ്റപ്പാണ് കേട്ടോ. പെട്ടെന്ന് തോന്നി അങ്ങനെ ആൾക്കാരെ വിളിച്ച് പോകുന്നൊരു മീറ്റപ്പാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ ചെല്ലട്ടെ. അങ്ങനെ ഗൈസ് ഞാൻ ദേണ്ട ഇവിടേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ സിറ്റി വണ്ണി വെച്ചാണ് ഞാൻ ഈ ഒരു മീറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സ്റ്റോറി ടൈപ്പോ അങ്ങനെയൊന്നും അല്ല ചെയ്യാനായിട്ട് പോകുന്നത്. ജസ്റ്റ് റോ ആയിട്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുവാണ്. സ്റ്റോറി ടൈപ്പൊക്കെ ചെയ്യണമെങ്കിൽ ഗൈസ് നമ്മൾ കുറച്ചധികം പ്ലാൻ ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. പക്ഷേ ഇതൊരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഞാൻ വെറുതെ എടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. അപ്പം ഇവിടെ വന്നിരിക്കുന്ന കാറുകളൊക്കെ ഗൈസ് ഞാൻ എന്തായാലും നിങ്ങളെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഗൈസ് അങ്ങോട്ടങ്ങ് പോയേക്കാം. ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു നമ്മൾ പെട്ടെന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മീറ്റപ്പാണ് എന്ന്. അതിൻ്റെ അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇട്ട മീറ്റപ്പല്ല, ആരോ ഇട്ട മീറ്റപ്പിൽ ഞാൻ കയറിയിരിക്കുന്നതാണ്. എന്ന് പറയുകയാണെങ്കിൽ ഒരു പബ്ലിക് റൂമിലാണ് ഞാനിപ്പം കയറിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പബ്ലിക് റൂമിൽ എത്ര ആൾക്കാർ ഗൈസ് നമ്മളെ തിരിച്ചറിയുമെന്നാണ് ഞാനിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല ഗൈസ്, നമ്മുടെ ബെൻസിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. ഇതിനാണെങ്കിൽ അങ്ങോട്ട് പവറും കയറുന്നില്ല, എന്തൊക്കെയോ കുഴപ്പങ്ങൾ എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒക്കെ ഇതുണ്ട് ഇതിലേക്ക് ചാറ്റിലേക്ക് നോക്കുമ്പോൾ മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മിക്കവാറും കേസ് അവർ നമ്മളെ തിരിച്ചറിയുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും ആ ഒരു കാർ വാഷിൻ്റെ അവിടെ ആയിട്ടാണ് നിൽക്കുന്നത്. സാധാരണ ഇങ്ങനെ മീറ്റപ്പ് വെക്കുമ്പോൾ എല്ലാവരും ഈ ഒരു കാർ സെയിലിൻ്റെ അവിടെ ആണ് നിൽക്കാറുള്ളത്. എന്താണ് കാർ വാഷിൻ്റെ അവിടെ പരിപാടി എന്ന് നമുക്കറിയത്തില്ല കേട്ടോ. നമുക്കെന്തായാലും നേരെ അങ്ങോട്ടങ്ങ് പോയേക്കാം. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഇങ്ങനല്ലായിരുന്നു കേസ് ഈ ഒരു വണ്ടി ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത്. ഗിയർ ബോക്സിന് എന്തോ ചേഞ്ച് വന്നിട്ടുണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുവരെ കേസ് ആരും നമ്മളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ എന്തായാലും ഈ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കോട്ടൊന്ന് പോയി കിടന്ന് നോക്കട്ടെ. ചിലപ്പം നമ്മളെ തിരിച്ചറിയുന്നതായിരിക്കുമേ. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ നൈസായിട്ട് അങ്ങ് വണ്ടി പാർക്ക് ചെയ്തേക്കാം. പിന്നെ മിക്കവരും വിചാരിക്കുന്ന ഫേക്ക് ആയിരിക്കുമെന്നാണ്. സാധാരണ ഞാൻ അങ്ങനെ പബ്ലിക് റൂമിലൊന്നും കയറാറില്ല. അപ്പോൾ എല്ലാവരും ഫേക്കാണെന്നായിരിക്കും ആദ്യം വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടും കൊണ്ട് കേസ് ഇടയ്ക്കൊക്കെ കയറുമ്പം എല്ലാവരും ഇങ്ങനെ വിചാരിക്കാറുണ്ട്. ദാണ്ട് നവൻ വെയിറ്റ് എന്നും പറഞ്ഞ് ചാറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ട് ആൾക്കാർ നമ്മളെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വെറുതെ ഒരു ഹായ് അങ്ങ് ഇട്ടേക്കാം. മിക്കവാറും കേസ് ആ മച്ചാൻ ഫേക്ക് ആയിരിക്കുമെന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നത്. മച്ചാനെ ഞാൻ ഫേക്കല്ല, ഞാൻ ഒറിജിനലാണ്. അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം ഒരുപാട് ഫേക്കുകൾ ഇങ്ങനെ വന്ന് ഒരുപാട് പൈസയും അതുപോലെ തന്നെ കാറും ഒക്കെ അടിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഗൈസ് എൻ്റെ അക്കൗണ്ടിൻ്റെ ID എൻ്റെ ഇവിടെ ഇൻസ്റ്റയിലെ ബയോയിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ടേ നിങ്ങൾ വണ്ടിയോ കാറോ വല്ലതും കൊടുക്കാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നോക്കുമ്പം കുറേ അടിപൊളി കിടുക്കൻ കാറുകളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ എന്നൊക്കെ പറയുകയായിരുന്നെങ്കിൽ ഗൈസ് എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഒരു കാറുകൾ വാങ്ങിക്കാനായിട്ടായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം അത്യാവശ്യം ഒട്ടുമിക്ക എല്ലാ വണ്ടികളും നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കാറ് വാങ്ങിക്കാനുള്ള ആ ഒരു ക്രേസൊക്കെ അങ്ങ് പോയി. പിന്നെ ഇപ്പം എന്തെങ്കിലും വണ്ടി എടുത്ത് ഷോയ്ക്ക് പോവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഇപ്പം. ഇപ്പം അങ്ങനെ വണ്ടി വാങ്ങിക്കണമെന്നുള്ള മൈൻഡ് സെറ്റൊക്കെ പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ നമ്മുടെ ചാറ്റിലൊക്കെ ആ ഒരു കാർ സെയിലിൻ്റെ ഇടപാടുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാനും ഇതുപോലെ കുറേ വിലപേശിയതൊക്കെയാണ്. അതൊക്കെ ഒരു കാലം. അതുകൊണ്ട് കുറേ ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. നവൻ ബ്രോ എന്നൊക്കെ പറഞ്ഞ് ഇടുന്നുണ്ട് കേട്ടോ. നവൻ ബ്രോ വേറെ അറിയൂ എന്നൊക്കെ ചോദിക്കുന്നു.
ഞാൻ എന്തായാലും കാർ വാഷിൽ തന്നെ നിൽപ്പുണ്ട്. കണ്ടോ എൻ്റെ മോനെ കേസ് കിടുക്കൻ കാറുകളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഈ ക്യാമറ ഞാൻ എടുത്തിട്ടില്ല. കുറേ ആൾക്കാർ പറഞ്ഞു ക്യാമറ അടിപൊളിയാണെന്ന്. ബഗ് ഫാനോ ഒക്കെ ബിഗ് ഫാൻ എന്നാണ് കേട്ടോ മച്ചാൻ ഇട്ടത്, അത് ബഗ് ഫാൻ എന്നായി പോയി. ഓക്കെ, അപ്പം എന്തായാലും കേസ് ഇനി അടുത്ത പരിപാടി എനിക്കൊരു പ്ലാനില്ല കേട്ടോ. നമുക്കെന്തായാലും വണ്ടി ഒന്ന് മാറ്റി പിടിച്ചേക്കാം. അല്ല, ഈ ഒരു വണ്ടിയും കൊണ്ട് വന്നിട്ടൊരു സുഖം കിട്ടുന്നില്ല. അതിനെന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. അതിൻ്റെ കംപ്ലൈൻറ്റ് ഉടനെ തന്നെ മാറ്റണം. M5 കൊണ്ട് പോയാലോ? അല്ല, വേണ്ട അല്ലേ, നമുക്കൊരു വെറൈറ്റി വണ്ടിയും കൊണ്ട് പോകാവേ. ഇപ്പം കയറിയ റൂമിലല്ല നമ്മൾ ഇനിയും കയറാൻ പോകുന്നത്. ഞാൻ വേറൊരു റൂമിലേക്കായിരിക്കും കയറുന്നത്. ഈ ക്യാരവാനും കൊണ്ട് പോകണ്ട. ക്യാരവാൻ്റെ ഒരു അടിപൊളി ഒരു സീരീസ് പോലെ വരാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ. അതെന്തായാലും ഈ വണ്ടിയാണ് കേസ് ഞാൻ തപ്പി നടന്നത്. കിട്ടി കേട്ടോ. ഈയിടെ ഞാൻ ഈ ഒരു വണ്ടി എൻ്റെ ഗ്യാരേജിൽ നിന്ന് എടുക്കാനായിട്ട് നോക്കിയിട്ട് അവിടെ എങ്ങും കണ്ടില്ല. പിന്നെ കുറേ തപ്പിയപ്പോഴാണ് കിട്ടിയത്. അകത്തെ ഇൻറ്റീരിയർ ഒന്ന് കസ്റ്റമാക്കിയാലേ കേസ് ഒരു രസമുള്ളേ. ഈ വണ്ടി ഫുള്ള് ട്യൂൺ ചെയ്തൊരു വണ്ടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ പക്കാ പവർ ഒരു വണ്ടിയായിരുന്നു. പക്ഷേ ഇതിനെങ്ങനെയൊക്കെയോ റീസെറ്റായിപ്പോയി. ഇപ്പോൾ ഒട്ടും പവറില്ല. നേരത്തെ എനിക്ക് ഈ ഒരു വണ്ടി കിട്ടിയ ടൈമിൽ ജസ്റ്റ് ഒന്ന് കാല് കൊടുത്ത സാധനം അങ്ങ് പറക്കുമോ, ഒട്ടുക്കത്തെ സ്പീഡിൽ പോകുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ പോകുന്നില്ല. എന്തൊരു കഷ്ടമാണെന്നറിയാം. എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു കാറും കൂടെ ആയിരുന്നു ഇത്. പക്ഷേ ഇത് പോയപ്പോൾ എനിക്കെന്തോ ഭയങ്കര വിഷമമായിപ്പോയി ഗൈസ്. അങ്ങനെ ഞാൻ തന്നെ ഇന്ത്യനിൽ നിന്ന് നേരെ ഇംഗ്ലീഷിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ നമ്മളെ ആൾക്കാർ തിരിച്ചറിയുമോ എന്ന് എനിക്കൊരു ഡൗട്ടാണ് കേട്ടോ. കാരണം എല്ലാം പുറത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും കയറുന്നത്. അപ്പോൾ നമ്മളെ തിരിച്ചറിയുന്നത് ചാൻസ് കുറവായിരിക്കും. ഇന്ത്യനിൽ കയറിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും നമ്മളെ തിരിച്ചറിയും കേട്ടോ. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കണക്റ്റിങ്ങിന് കുറേ ടൈം എടുക്കും. ആ ഒരു ടൈമിംഗ് ഒന്ന് കുറച്ചിരുന്നെങ്കിൽ വളരെ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ അതെ, നമ്മുടെ ചെറുക്കൻ ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് സെർവർ ആണെങ്കിൽ ഉറപ്പായിട്ടും എവിടെ ആയിരിക്കും തിരക്ക് വരുന്നത്? നമ്മുടെ കാർ സെയിലായിരിക്കും. അപ്പോൾ നേരെ അങ്ങ് കാർ സെയിലിലേക്ക് അങ്ങ് വിട്ടേക്കാം. ഓക്കെ, അപ്പം അവിടെ ഏതെങ്കിലും വണ്ടി ലാഭത്തിനുണ്ടെങ്കിൽ എടുക്കാം അല്ലേ. ഒട്ടുമിക്ക എല്ലാ വണ്ടികളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ റയർ സാധനം എല്ലാം ഇവിടെ ആരും ഇല്ലേ? അതെന്താണ് കേസ് ഇവിടെ ആരും ഇല്ലാത്ത? എൻ്റെ മോനെ കേസ്, ഞാൻ ഇപ്പോഴാണ് ആ കാര്യം ആലോചിച്ചത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പബ്ലിക് റൂമിൽ കയറണം എന്നുള്ള ഇതിലാണ് ഞാൻ കയറിയത്. പക്ഷേ ഞാൻ എപ്പോൾ റൂമിട്ടാലും ആരും ടിക്ക് ചെയ്തിട്ടേ, എന്ന് പറഞ്ഞാൽ ഒള്ളി ഫ്രണ്ട് ടിക്ക് ചെയ്തിട്ടേ ഞാൻ കയറാറുള്ളൂ. സ്പീഡ് ചെയ്തപ്പോൾ അതങ്ങ് ചെയ്താണ് കേട്ടോ. എൻ്റെ പൊന്നോ കേസ്, ഇപ്പം എന്തായാലും നമ്മൾ പ്രൈവറ്റ് റൂമിലാണ് കയറിയിട്ടുള്ളത്. ഞാൻ തന്നെ ഇട്ട റൂമിൽ. എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് പറയുക ആൾക്കാരൊന്നും ഇല്ലെന്ന്. ഞാൻ എന്തി പറയണേ ഗൈസ്? എൻ്റെ കിളി മൊത്തം പോയി കിടക്കുവാണോ? അത് സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എപ്പോൾ റൂമിട്ടാലും പെട്ടെന്ന് സ്പീഡിൽ സിറ്റി 1 സെലക്ട് ചെയ്യുന്നു, പ്ലെയേഴ്സ് ഉള്ളി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉള്ളി ക്ലിക്ക് ചെയ്യുന്നു, അങ്ങനെ സ്റ്റാർട്ട് കൊടുക്കും. അങ്ങനെ സ്പീഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് അങ്ങ് ചെയ്തതാണ് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. എത്ര പേര് ഇതിലേക്ക് വരുമോ നോക്കാം. CPM ബ്രദർ 1 2 അതെന്താ അങ്ങനെ? ഇവരെന്നെ ട്വിൻസാണോ? എനിക്ക് തോന്നുന്നു ഒരാളാണെന്ന് തോന്നുന്നു രണ്ടിതിലും വന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും ഹായ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടേക്കാം. രണ്ടുപേർക്കും ഹായ് കിടക്കട്ടെ. ഓക്കെ, അതുകൊണ്ട് ഒരു അടിപൊളി 1 to 4 വന്നിട്ടുള്ളത്. എൻ്റെ സൈഡിൽ കുറച്ച് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതാ വൈബ്? കൊള്ളാം. ഇനി നമ്മുടെ ബ്രദർ 1 ആണെന്ന് തോന്നുന്നു. ഇനി ബ്രദർ 2 ഇങ്ങോട്ട് വരുന്നുണ്ട്. മച്ചാന് വടി പറ്റി കേട്ടോ, നൈസായിട്ട്. മച്ചാനെ ഓടി വായോ. ഹലോ, ബിഗ് ഫാൻ. എല്ലാവരും ബിഗ് ഫാനാണ് ഗൈസ്. താങ്ക് യു സോ മച്ച്. അപ്പം ഇതൊരു പ്ലാൻഡ് മീറ്റപ്പ് അല്ല എന്നതുകൊണ്ട് എത്രത്തോളം വൈബായിരുന്നെന്ന് എനിക്കറിയത്തില്ല. വൈബെന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. എന്തായാലും വൈബാക്കുന്നൊരു മീറ്റപ്പ് ഉടനെ വരുന്നതായിരിക്കും. നമുക്ക് സെറ്റാക്കാം, പൊളിയാക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ വളരെ ചെറുതായിപ്പോയി, കുഴപ്പമില്ല. ഓക്കെ, അപ്പം അത്രയ്ക്കേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിപ്പം വീഡിയോ എന്തായാലും കട്ട് ചെയ്യാനായിട്ട് പോവാണ്. പക്ഷേ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല. കുറച്ച് നേരമായിട്ട് ഇവരൊക്കെ ഒന്ന് ചില്ലടിച്ചിട്ടേ ഞാൻ ഇറങ്ങുന്നുള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്ത ദിവസം അടുത്തൊരു കിടുക്കൻ വീഡിയോ കാണാം. ബൈ ഗൈസ്.